നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് പലപ്പോഴും പല ആളുകളും ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിഷിംഗ് മെത്തേഡിലൂടെ നിങ്ങളുടെ ഡാറ്റയൊക്കെ ചോർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും മാൾവെയറുകൾ അടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ കൃത്യസമയത്ത് അത് കാണിച്ചു തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരികയും വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പിന്നീട് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ കാണിച്ചു തരികയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അത് കാണിച്ചു തരും. അത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിന്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് പ്ലേ പ്രൊട്ടക്ട് എന്നുള്ള ഓപ്ഷൻ കാണും. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ സെറ്റിംഗ്സിന്റെ ഒരു ഗിയർ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ഈ രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫിലാണെങ്കിൽ നിങ്ങൾ അത് ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏകദേശം എന്റെ മൊബൈൽ ഫോണിൽ 106-ലധികം ആപ്പുകൾ ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് മുകളിൽ സ്കാൻ എന്ന് കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്പുകളും പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും മാൾവെയറുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഡാറ്റ ചോർത്തുന്ന രീതിയിലുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട്സ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആപ്പുകൾ ഇല്ല എന്ന് കാണും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇതുപോലെ സ്കാൻ ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും ആപ്പുകളോ ഡാറ്റ ചോർത്തുന്നതോ മാൾവെയർസുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരികയും ഇവിടെ വെച്ച് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോണിന്റെ സെറ്റിംഗ്സിൽ തന്നെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ആപ്പ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും. ഏറ്റവും അവസാനത്തിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ നേരത്തെ എപ്പോഴോ ഇൻസ്റ്റാൾ ചെയ്ത് 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ ഉപയോഗിക്കാത്ത ആപ്പുകൾ പ്രത്യേകം ഇവിടെ കാണിച്ചു തരും. ഇവിടെ ഏറ്റവും മുകളിൽ 3 മാസം വരെ ഉപയോഗിക്കാത്ത ആപ്പാണ് മുകളിൽ കാണിക്കുന്നത്. താഴെ ഭാഗത്ത് 6 മാസം ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത ആപ്പുകളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതോ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആയതുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വലതു ഭാഗത്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. ആ ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ഫീച്ചർ ചെയ്തു വെക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.